ആഴവുമേറിയിരിക്കുന്ന വ്യതിയാനങ്ങൾ സ്തോത്രം ആത്മീകമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് വരുത്താനായി കഴിയും. പ്രാർത്ഥനയാണ് ദൈവത്തെ കൊണ്ട് സ്തോത്രം പലതും പ്രവർത്തിപ്പിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കാൻ മാത്രമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടാറുള്ളത്. പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. നമ്മെ കൊണ്ടൊന്നും അധികം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയാകും. സ്തോത്രം. സർവ്വ ലോകത്തെയും പ്രാർത്ഥനയിലൂടെ നമുക്ക് സ്പർശിക്കുവാനായി കഴിയും. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. സ്തോത്രം. ഇന്ന് ലോകത്തിൽ കുറഞ്ഞ പക്ഷം ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, മറ്റുള്ളവരോട് ചോദിക്കാതെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് സ്തോത്രം ഗൂഗിൾ അതിനൊരു ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ്. ഈ മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് പോകാൻ കഴിയും. ആരുടെയും സ്തോത്രം ഒരു സഹായമില്ലാതെ നമുക്ക് കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്യാനായിട്ട് സമയം എടുക്കും, എങ്ങനെയാണ് ട്രാഫിക് ഉണ്ടോ, പ്രശ്നമുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് ലോക രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയും. മറ്റിടങ്ങളിൽ നമുക്ക് പോകുവാനായി കഴിയും. എന്നാൽ ഭൂമിശാസ്ത്ര പരിമിതികൾ ഇല്ലാതെ സ്തോത്രം ഭൂമിശാസ്ത്ര പരിമിതികളില്ലാതെ ഭൂലോകത്തിന്റെ ഏതു ഭാഗത്തും ഒരു മനുഷ്യന് പ്രാർത്ഥനയിലൂടെ കടന്നു ചെല്ലുവാൻ കഴിയും. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ലോകത്തിന്റെ ഏത് കോണിലും ഒരു മനുഷ്യന് ചെല്ലാൻ കഴിയുന്ന ഒന്നത്രേ പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള സ്തോത്രം നിർവചനങ്ങൾ 5 നിർവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറിയത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ സ്തോത്രം ഇന്ന് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം ആ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് സ്തോത്രം പ്രാർത്ഥനയുടെ ഘടകങ്ങൾ എന്താണ് എന്നിത്യാദി വസ്തുതകൾ, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഫലകരമായി പ്രാർത്ഥിക്കുമ്പോൾ അനുസരിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു 8-10ഓളം കാര്യങ്ങൾ അതിനകത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എന്നെ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ സ്തോത്രം പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ നിർവചനത്തിൽ വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോഴാണ് പ്രാർത്ഥനയിൽ വിജയം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു. പ്രാർത്ഥനയുടെ നിർവചനത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് പ്രാർത്ഥനയിൽ വിജയം നമുക്ക് പ്രാപിക്കാനായി കഴിയുന്നത്. സ്തോത്രം. പ്രാർത്ഥനയ്ക്കുള്ള ലക്ഷ്യങ്ങൾ എടുക്കത്തക്കവണ്ണം പ്രാർത്ഥനയെ സ്തോത്രം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഫലകരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കാം. പ്രാർത്ഥനയ്ക്കുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. എലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷം ആകാശത്ത് എന്ത് പെയ്തില്ല? മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിന് മഴ പെയ്തു. ഇതുപോലെ എലിയാവ് പ്രാർത്ഥിച്ചതുപോലെ മറുപടി കിട്ടത്തക്കവണ്ണം പ്രാർത്ഥിക്കുന്നതാണ് ഫലകരമായിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന പ്രാർത്ഥനയുടെ ഘടകങ്ങൾ എന്താണ്? സ്തോത്രം. കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥനയുടെ ഘടകങ്ങൾ എന്താണ്? പ്രാർത്ഥനയുടെ ഘടകം 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. പ്രാർത്ഥനയിൽ 1, ദൈവത്തെ നാം സ്തുതിക്കണം. സ്തോത്രം. പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പുറകാല ആ ഭാഗം വിശദീകരിക്കാം. 2, സ്തോത്രം, പാപങ്ങൾ ഏറ്റുപറയണം. പ്രാർത്ഥനയിൽ എന്ത് പറയണം? പാപങ്ങൾ ഏറ്റുപറയണം. സ്തോത്രം. 3, സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കണം. സ്തോത്രം. സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? പ്രാർത്ഥനയിൽ അതിപ്രധാനമായും ഉണ്ടാകേണ്ട ഘടകങ്ങൾ 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ സ്തോത്രം ഫലകരമായി പ്രാർത്ഥിക്കാൻ സ്തോത്രം അനുസരിക്കേണ്ട നിബന്ധനകൾ ഞാൻ 10 കാര്യങ്ങളുണ്ട്. അത് പുറകാല പറയാം. ഇപ്പോൾ പ്രാർത്ഥനയുടെ ഘടകങ്ങൾ എന്താണ്? സ്തോത്രം. പ്രാർത്ഥനയിൽ അതിപ്രധാനമായും ഉൾക്കൊള്ളിക്കേണ്ട വസ്തുതകൾ 4 കൂട്ടം കാര്യങ്ങൾ വേഗത്തിൽ പറയാം.
ഒന്ന്, പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, സ്വന്തമായ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക, അവസാനമായി ഒടുവിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നന്ദി പറയുക. ഈ 4 ഘടകങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നാൽ നമ്മുടെ പ്രാർത്ഥന ഫലകരമായ ഒരു അളവിലേക്ക് വഴിമാറും. പിടികിട്ടിയോ? ഫലകരമായ ഒരു പ്രാർത്ഥനയിലേക്ക് മുൻപിലേക്ക് വരാൻ എന്താ ചെയ്യേണ്ടത്? 4 കൂട്ടം കാര്യങ്ങൾ. എന്താണ്? ദൈവത്തെ ഒന്നാമത്തെ കാര്യം, ദൈവത്തെ സ്തുതിക്കുക. നോട്ട് ചെയ്തോളൂ നിങ്ങൾ. എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ 1 എന്ന നമ്പർ, പ്രാർത്ഥനയുടെ പ്രധാന ഘടകങ്ങൾ എന്ന ഹെഡിങ് എഴുതി വെച്ച് 1 ദൈവത്തെ സ്തുതിക്കുക. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, അഡോറേഷൻ. ADORATION, അഡോറേഷൻ. എന്താണ് ദൈവത്തെ സ്തുതിക്കുക? ഞാൻ ഒരു ശാന്തമായിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. പ്രാർത്ഥനയിൽ അതിപ്രധാനമായും 4 ഘടകങ്ങൾ. ദൈവത്തെ സ്തുതിക്കുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, നമ്മുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി നാം അപേക്ഷിക്കുക, അവസാനമായി ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി പറയുക. ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ ഘടകമായി നിലകൊള്ളുന്നത്. ഇത് 4 ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഫലകരമായി തീരും. 1 അഡോറേഷൻ, ദൈവത്തെ സ്തുതിക്കുക. കേൾക്കൂ, മനുഷ്യന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുവാൻ മാത്രമായി പ്രാർത്ഥനയെ പരിമിതപ്പെടുത്തരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങളെ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നമ്മൾ ദൈവസന്നിധി പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായി കഴിയും. 1 മണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ വേണ്ടി പറയുക. നമുക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ പിണങ്ങരുത്, അതിനകത്ത് 50 മിനിറ്റും നമ്മുടെ ആവശ്യങ്ങളായിരിക്കും നാം പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ 50 മിനിറ്റും നമ്മുടെ ആവശ്യങ്ങൾ പറയും. 10 മിനിറ്റ് ആയിരിക്കും ദൈവത്തെ പ്രൈസ് ചെയ്യുന്നത്, സ്തുതിക്കുന്നത്. പ്രാർത്ഥന, പ്രേ, അതിൽ ആദ്യത്തെ അക്ഷരം പോലും അത് റെപ്രസെന്റ് ചെയ്യുന്ന പ്രൈസ് എന്നാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം 50 മിനിറ്റ് നമ്മുടെ ആവശ്യങ്ങൾ പറയും, 10 മിനിറ്റാണ് ദൈവം ചെയ്തതിന് നന്ദി പറയുന്ന അങ്ങനെ ഒരു പ്രവണതയിലേക്ക് പോകുന്നത്. പക്ഷെ ആ പ്രാർത്ഥനയുടെ ശൈലി നാം വിട്ടയച്ച് നാം മടങ്ങി വരണം. ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ ലഭിക്കുന്ന ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, പ്രാർത്ഥനയിലൂടെ കർത്താവിനെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്താണ് ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ? അന്യോന്യം സ്നേഹം പങ്കിടുന്ന ഒരു അനുഭവമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ദാനമാണ് അവന്റെ സ്തുതി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന് ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം അതാണ് സ്തുതി അല്ലെങ്കിൽ സ്തോത്രം എന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിനക്ക് 116 വാക്യം, 116 സങ്കീർത്തനം 17 വാക്യം. എന്താണ് അവിടെ പറയുന്നത്? വായിക്കാമോ? 116:17. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. ഞാൻ നിനക്ക് കേൾക്കുന്നുണ്ടോ? വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണേ. ഞാൻ പറയുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള പദങ്ങൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിനക്ക് എന്തോ കഴിച്ചു? സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടാണ് നമ്മൾ ആവശ്യങ്ങൾ അറിയിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടുന്ന മഹത്വം കൊടുക്കുകയല്ല, ദൈവത്തെ സ്തുതിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ ചാടി വീണ് ദൈവത്തോട് പറയുന്നൊരു പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇതൊരു ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ശാന്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പ്രാർത്ഥന നാം ചെയ്യേണ്ടത് ദൈവത്തിന് മഹത്വം ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടത്. വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 50:23 സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആ വാക്യം ഒന്ന് വായിച്ച്. 50:23. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു.
മതി. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ എന്ത് ചെയ്യുക? മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ അനന്തരം നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയണം. അപ്പോൾ പ്രാർത്ഥനയിൽ ഒന്നാമത് എന്തുണ്ടായിരിക്കണം? സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുക, ആ ഒരു തലമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം കൊടുക്കുന്ന അളവിലാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ നാം അംഗീകരിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് സ്തുതിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ നാം അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരിക്കലും മാറി നിൽക്കാൻ പറ്റുകയില്ല. സ്തോത്രം. അവനെ നാം പ്രൈസ് ചെയ്യും, അവനെ നാം സ്തുതിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ശാന്തമായിട്ട് ഒരു വാക്ക് പറയാം. നിങ്ങൾ ആ പദം പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയിട്ടോണേ. സ്തുതി പ്രാർത്ഥനയുടെ മുൻവാതിലാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ വാക്കൊന്ന് ഇൻവെർട്ടഡ് കോമയ്ക്കകത്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടോളൂ. സ്തോത്രം. അതൊരു ഭയങ്കരപ്പെട്ട ഒരു പദമാ. ആ ഒരു വാക്കാണ്. എന്താണ്? സ്തുതി പ്രാർത്ഥനയുടെ മുൻവാതിലാണ്. അപ്പോൾ സ്തോത്രം, പ്രാർത്ഥന എന്ന ആ വീട്ടിലേക്ക് നാം കയറുമ്പോൾ ആദ്യം തുറക്കേണ്ട ഡോർ എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ഡോർ തുറന്നല്ല നമ്മുടെ വീട്ടിൽ കയറുന്നത്. എപ്പോഴും മുൻഭാഗത്തെ ആദ്യത്തെ ഫ്രണ്ട് ഡോർ തുറന്നായിരിക്കും നാം കയറുന്നത്. പ്രധാന വാതിൽ, സ്തോത്രം, നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് നാം അകത്തേക്ക് കയറുമ്പോൾ മറ്റു മുറികളിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയുന്നത് ഒരു പരമാർത്ഥമാണെങ്കിൽ, സ്തോത്രം, ഈ രാവിലെ സമയം ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയുടെ മുൻവാതിലാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം. കാരണം എന്നാ? ദൈവം സ്തുതികളിൽ വസിക്കുന്നവനാകയാൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്? ദൈവം സ്തുതികളിൽ വസിക്കുന്നവനാകയാൽ മനുഷ്യന്റെ സ്തുതികൾ സ്വീകരിക്കാൻ ദൈവം ഇറങ്ങി വരുമെന്നതിൽ ഒരു സംശയവും വേണ്ടേ വേണ്ട. സ്തോത്രം. അവൻ കൊടുക്കുന്നവൻ അത് ലഭിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവാനുഗ്രഹം മനുഷ്യന് ലഭിപ്പാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞത്, നാം കൊടുക്കുന്ന അളവിൽ നമുക്ക് തിരികെ ലഭിക്കും. എന്താണോ നാം കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഇവിടെ തിരിച്ചു വരും. സ്തോത്രം. ആമേൻ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം, മഴ പെയ്യാറുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമേറിയ മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മഴ പെട്ടെന്നുണ്ടായ ഒരു സംരംഭമാണോ? അല്ല. ഈ മഴ എങ്ങനെ ഉണ്ടായത്? ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, ഈ മഴ ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് അതികഠിനമായിരിക്കുന്ന ചൂട് കാലാവസ്ഥ, അങ്ങനെ ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. സൂര്യന്റെ കഠിന താപം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ, സ്തോത്രം, ഇവിടുത്തെ വെള്ളം ബാഷ്പീകരിച്ച് നീരാവിയായി മുകളിലേക്ക് ചെല്ലും. എന്നിട്ട് ഭൂമിയിലുള്ള വെള്ളം, കേൾക്കുന്നുണ്ടോ? ഇവിടെ, സ്തോത്രം, ഇവിടെയുള്ള വെള്ളം ബാഷ്പീകരിച്ച് അത് നീരാവിയായി മുകളിലേക്ക് ചെന്ന് കുറച്ചു കഴിഞ്ഞാൽ അത് തണുത്ത മഴയായി അത് തിരിച്ചു വരുന്നത് ഒരു പരമാർത്ഥമാണെങ്കിൽ, ഒറ്റ കാര്യം പറയാം, ഇവിടെ നിന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല നന്മകളും ഇന്ന് പെട്ടെന്ന് മുളച്ചു വന്നതല്ല. ഇന്നലകൾ ഇവിടെ നിന്ന് വെള്ളം മുകളിലേക്ക് പൊങ്ങി തണുത്ത് ബാഷ്പീകരിച്ച് മഴയായി വരുന്നത് പോലെ ഇന്നലകളിൽ നമ്മൾ എപ്പോഴും അറിയാതെയൊക്കെ പ്രാർത്ഥിച്ചിട്ട പ്രാർത്ഥനകളാണ്, അതിന്റെ മറുപടികളാണ് ഈ ദിവസങ്ങളിൽ നന്മയായി നമ്മുടെ ശിരസിൽ വീണുകൊണ്ടിരിക്കുന്നതെന്ന്, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. അല്ലാതെ പെട്ടെന്ന് ഇങ്ങ് മുളച്ചു വന്നതൊന്നും അല്ല. ഇന്ന് കാണുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും വിടുതലുകളും നന്മകളും ഇതിന്റെ പുറകിൽ ഇന്നലെയൊക്കെ ഇവിടെ നിന്ന് ഉയർന്ന ഏതൊക്കെയോ ചില പ്രാർത്ഥനകളാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം സ്നേഹത്തോടെ അർപ്പിക്കാം. നാം കൊടുക്കുന്ന അളവിൽ തന്നെ നമുക്കത് തിരികെ ലഭിക്കും. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തുതി സ്തോത്രങ്ങളാൽ നിറഞ്ഞിരിപ്പാൻ നാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം സങ്കീർത്തനങ്ങളിൽ
വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം സ്തോത്രം സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായി കഴിയും. ഇതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ അതിപ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക. ഇനി 2, ഞാൻ ഈ പറയുന്ന ഈ ഒരു തിയറി ഇതേ ലെവലിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാത്ത മാറ്റങ്ങൾ ഉണ്ടാകും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. കരമുയർത്തി ഒന്ന് നന്നായിട്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2, പ്രാർത്ഥനയിൽ ജീവിതത്തിൽ വേണ്ടുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അനുതാപവും ഏറ്റുപറച്ചിലും. അനുതാപവും ഏറ്റുപറച്ചിലും. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, കൺഫെക്ഷൻ. സ്തോത്രം, കൺഫെക്ഷൻ. CONFESSION, കൺഫെക്ഷൻ. സ്തോത്രം. എഴുതിയെടുക്കുന്നവർ സ്പെല്ലിംഗ് തെറ്റാതെ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് കൂടെ ഒന്ന് പറയുന്നത്. അനുതാപവും ഏറ്റുപറച്ചിലും, കൺഫെക്ഷൻ. സ്തോത്രം. ശ്രദ്ധിക്കൂ, എന്താണ് അനുതാപവും ഏറ്റുപറച്ചിലും? പറയാം. പാപം പ്രാർത്ഥനയുടെ ഒരു തടസ്സമാണ്. പാപം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു വലിയ തടസ്സമാണ്. ആ തടസ്സം മാറ്റിക്കളയാതെ ഒരു വ്യക്തിക്ക് വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തടസ്സം. ഒന്നാമത്തെ തടസ്സം, നിങ്ങൾ എന്നോട് പിണങ്ങരുത് ഞാനത് പറയുമ്പോൾ, പല മറുപടികളുടെ ഏറ്റവും വലിയ തടസ്സം ആരാന്നറിയോ? നമ്മൾ തന്നെയാണ്. അവരവർ തന്നെയാണ് ഏറ്റവും വലിയ തടസ്സം. അല്ലാതെ അയ്യോ എനിക്ക് അവിടുത്തെ കിട്ടുന്നില്ലല്ലോ, അത് കിട്ടുന്നില്ലല്ലോ, ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് പരിവം പറഞ്ഞിട്ട് കഥയില്ല. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ തടസ്സം നമ്മൾ തന്നെയാണ്. നാം നമ്മെ തന്നെ ക്രമീകരിക്കാൻ തയ്യാറായാൽ, സ്തോത്രം, അവിടെ മറുപടികൾ നമുക്ക് കാണാനായി കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, പാപം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഭയങ്കരപ്പെട്ടൊരു തടസ്സമാണ്. ഈ തടസ്സം മാറ്റിക്കളയാതെ നമുക്ക് നേരെ ചൊവ്വേ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. എന്താണ് അവിടെ നമുക്ക് കാണാപ്പാടം? ആ വാക്യം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ, അടുത്ത പദം നിങ്ങൾ കേട്ടോണം കേട്ടോ, സ്തോത്രം, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ എന്നാ ക്ഷമിച്ചെന്ന് എഴുതിയേക്കുന്ന പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് ഞാൻ സൗഖ്യം കൊടുക്കും. അപ്പോൾ സ്തോത്രം, സൗഖ്യത്തിന് തടസ്സം, വിടുതലിന് തടസ്സം പാപമാണ്. ഇത് പറയുമ്പോ നമ്മുടെ ആളുകൾക്ക് ഒരു ചിന്ത വന്നേക്കാം, പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട ആളാ, ഞാൻ സ്നാനപ്പെട്ട ആളാ, ഞാൻ നന്നായി ജീവിക്കുന്ന ഒരാളാ, ഇനി എന്നാ പാവോ ഞാൻ ചെയ്യുന്നേ? അങ്ങനെ ഒരു ചിന്ത വന്നേക്കാം. പറയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പാപ സ്വഭാവം വെളിപ്പെടാറുണ്ട്. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ എന്താ? പല നിർവചനങ്ങൾ പറയാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നു കള്ളു കുടിക്കുന്നതാണ് പാപം, വിചാരം ചെയ്യുന്നതാണ് പാപം, മോഷ്ടിക്കുന്നതാണ് പാപം, അതെല്ലാം പാപത്തിന്റെ ലിസ്റ്റിലാ. പക്ഷെ എന്താണ് ശരിക്കും പാപം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റവാക്കി മറുപടി തരാം. പാപം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നില്ല, ചെയ്യരുത് എന്ന് പറയുന്നത് നാം ചെയ്യുന്നു. അതാണ് പാപം. മനസ്സിലായോ? ആദമിനോട്, ഹവ്വയോട് ദൈവം പറഞ്ഞു തിന്നരുത്, പക്ഷെ ജനം എന്ത് ചെയ്തു? തിന്നു. മോശയുടെ കാലഘട്ടം വന്നു, പ്രമാണം കൊടുത്തു, ദൈവം പറയുന്നു വിഗ്രഹം ഉണ്ടാക്കരുത്, പക്ഷെ ജനം എന്ത് ചെയ്തു? വിഗ്രഹം ഉണ്ടാക്കി. എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നു. പക്ഷെ പുതിയ നിയമ വെളിപ്പാടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും. നമ്മളാരാ? നമ്മളിപ്പോഴും വിശ്വാസിയായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നമുക്കിഷ്ടം വിശ്വാസിയായിരിക്കാനാ. എന്റെ പൊന്നു കൂടപ്പിറപ്പേ, വിശ്വാസിയായിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് ആമേൻ അവന്റെ സാക്ഷിയാകാനാണ്. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും. അപ്പൊ സാക്ഷിയാകാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം
ദൈവം പറയും നാം അനുസരിക്കുന്നില്ല. ചെയ്യണമെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? ചെയ്യുന്നില്ല. ചെയ്യരുത് എന്ന് പറയുന്നത് നാം ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പാപമെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അനുസരണക്കേട് ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ മുഴങ്കാലമടക്കുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് സ്തോത്രം. അവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. വാക്യം ഒന്ന് എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. കണ്ടോ, ഞാൻ അവരുടെ പാപം ക്ഷമിച്ച്. അപ്പോ സൗഖ്യത്തിന്റെ തടസ്സം എന്ന് പറയുന്നത്, വിടുതലിന്റെ തടസ്സം എന്ന് പറയുന്നത് പാപമാണ്. സ്തോത്രം. ആമേൻ. പാപം ക്ഷമിച്ചു കിട്ടുവാൻ ദൈവസന്നിധിയിൽ ചെയ്യേണ്ട പരിപാടി എന്നറിയോ? പാപം ക്ഷമിക്കപ്പെടാൻ സ്തോത്രം ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് പൗലോസ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. ഞാൻ ആ വാക്യം പറഞ്ഞുതരാം. ഞാൻ ദിവസേന മരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, വീണ്ടും ഉയർത്തെഴുന്നേറ്റു, പിന്നെയും മരിച്ചു, പിന്നെയും അടക്കപ്പെട്ടു, പിന്നെ ഉയർത്തെഴുന്നേറ്റു, പിന്നെയും മരിച്ചു. അങ്ങനെയാണോ? അല്ല. പൗലോസ് പറയുക 15-ാം അധ്യായത്തിലുണ്ട് വാക്യം, ഞാൻ ദിവസേന മരിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ദിവസേന എന്ന് പറഞ്ഞാൽ എന്താ? പൗലോസ് ജീവിക്കുന്നത് ജഡത്തിലാ. പക്ഷെ ജഡത്തിലാണേലും ആത്മാവിലാണ് അവൻ നടക്കുന്നത്. പക്ഷെ ജഡത്തിൽ ആയിരിക്കുന്ന പൗലോസ് പറയുക, ഞാൻ പാപം സംബന്ധിച്ച് ദിവസേന ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവിന്റെ അരികിൽ വന്നേച്ച് ആമേൻ പാപം സംബന്ധമായി സ്തോത്രം ദിവസേന മരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ദൈവത്തിന് അടിയറവ് പറഞ്ഞുകൊണ്ട് ആ കർത്തൃദാസൻ വെളിപ്പാടുകളുടെ ആധിക്യങ്ങളിലേക്ക് കയറി വരുന്നത് ആമേൻ ലേഖനം വായിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ വ്യക്തത മനസ്സിലാകും. അതുകൊണ്ട് വചനം പറയുക, സ്തോത്രം, പാപം ക്ഷമിച്ചു കിട്ടാൻ ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കണം. പാപത്തെ കുറിച്ച് അനുദപിച്ചു വേണം സ്തോത്രം പാപമേറ്റു പറയാൻ. പാപത്തെ കുറിച്ച് എന്ത് ചെയ്യണം? അനുദപിക്കണം. അനുദപിച്ച് പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പാപക്ഷമ കിട്ടുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ാം വാക്യം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. കണ്ടോ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുകയാണെങ്കിൽ നാം എന്ത് ചെയ്യുക? നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. വചനം പറയുന്നു, നിങ്ങൾ സ്വയം വഞ്ചിതരാകരുത്. പാപത്തെ നിങ്ങൾ ഏറ്റുപറയണം. മനുഷ്യന്റെ അകൃത്യം ദൈവത്തെ മനുഷ്യനിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. യെശയ്യാപ്രവചനം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാകും. സ്തോത്രം. യെശയ്യാപ്രവചനം 59 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തോത്രം പുനഃപ്രതിഷ്ഠിക്കുവാനുള്ള വേദിയാണ് പ്രാർത്ഥനാമുറി എന്ന് പറയുന്നത്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തോത്രം. പാപങ്ങൾ സ്തോത്രം ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതായിരിക്കത്തില്ല. കുറെ പാപങ്ങൾ ഒരുമിച്ച് ചെയ്തതും ആയിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഓരോ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് ദുഃഖിച്ച് അവയെ ഉപേക്ഷിക്കാൻ അവൻ പ്രാർത്ഥനാ മുറിക്കകത്ത് നാം സമയമെടുക്കുന്നവരായിരിക്കണം. എത്ര പേർക്ക് ഞാൻ പറയുന്നുണ്ട്? ആശയം പിടികിട്ടുന്നുണ്ട്? ഓരോന്നോരോന്ന് ഒരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ചികഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ മുഴങ്കാലമടക്കുമ്പോൾ ഓർമ്മയിൽ തെളിയുന്നത് സ്തോത്രം ആമേൻ മനസ്സിൽ ഓടി വരുന്നത് ആമേൻ ദൈവസന്നിധി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും
പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ഉറപ്പ് തരാം പ്രിയരെ, TV സ്ക്രീനിൽ കാണുന്നത് പോലെ ദൈവം വിഷയങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ ദൈവം ഓരോ കാര്യങ്ങൾ ഇട്ടു തരുമ്പോൾ അതിലെ ദൈവസന്നിധിയിൽ ഓരോന്നും ഏറ്റു പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധി വരുമ്പോൾ ഹല്ലേലൂയ, അത് ഭയങ്കര വിടുതലായി മാറും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ വക പാപങ്ങളുടെ മേൽ ജയം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ആമേൻ, സ്തോത്രം. അല്ല എങ്കിൽ സംഭവിക്കുന്നത് വീണ്ടും അത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയായി വരും. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റു പറയാത്തത് കൊണ്ടാ വീണ്ടും വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം ഏറ്റു പറയണം. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരു മനുഷ്യന്റെ ചിത്രം എനിക്ക് ഓർമ്മ വരികയാണ്. പേര് ദാവീദ്. തെറ്റ് ചെയ്തു. പക്ഷെ 51-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാപ്പാടാ. 51-ാം സങ്കീർത്തനം, സ്തോത്രം, ആമേൻ, ഒക്കെ ദാവീദ് അനുതാപ സങ്കീർത്തനമായിട്ട് അറിയപ്പെടുകയാണ്. ദൈവസന്നിധിയിൽ വന്ന തെറ്റുകളെല്ലാം ആ മനുഷ്യൻ ഏറ്റുപറയുകയാണ്. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. 139-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ വരുമ്പോൾ ആ കർത്തൃദാസൻ പറഞ്ഞൊരു വാക്കുണ്ട്, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. സ്തോത്രം, ആമേൻ. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാം, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചത് ആമേൻ നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നാം ഇരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ അനുതാപം വെളിപ്പെടുവാൻ, അനുതപിക്കാൻ വേണ്ട സമയം കൊടുത്തു വേണം നാം ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആ കർത്താവിനൊന്ന് കരമുയർത്തി ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ഗാഡ്. അപ്പോൾ പ്രാർത്ഥനയിൽ വെളിപ്പെടേണ്ട രണ്ടാമത്തെ ഘടകം എന്താണ്? സ്തോത്രം, അനുതാപവും ഏറ്റുപറച്ചിലും. ഇനി മൂന്നാമത്തെ ഘടകത്തിലേക്ക് ഞാൻ വേഗത്തിൽ വന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം, ആമേൻ. അത്യാവശ്യം കുറച്ചു കാര്യം ഇന്ന് പറഞ്ഞു മുമ്പിലേക്ക് വരാം. അപ്പോൾ പ്രാർത്ഥനയിൽ വെളിപ്പെടേണ്ട മൂന്നാമത്തെ ഘടകം എന്താണ്? എഴുതിക്കോളൂ. 3, അപേക്ഷ കഴിക്കുക. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, പെറ്റിഷൻ. സ്തോത്രം, PETITION, പെറ്റിഷൻ. സ്തോത്രം, അപേക്ഷ കഴിക്കുക. എന്താണ് അപേക്ഷ കഴിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ആ വാക്കിനർത്ഥം? സ്തോത്രം, പറയാം. പ്രാർത്ഥനയിലെ അതിപ്രധാനമായ ഭാഗമാണിത്. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ 4 ഘടകങ്ങൾ, സ്തോത്രം, അതിനകത്ത് എടുത്ത് മൂന്നാമത് പറഞ്ഞ വാക്കിതാണ്. സ്തോത്രം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെ, സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി നാം അപേക്ഷ കഴിക്കണം. അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞതാണ് അപേക്ഷ കഴിക്കുക, അല്ലെങ്കിൽ പെറ്റീഷൻ. എന്താണ്? സ്തോത്രം, പ്രാർത്ഥനയിലെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അപേക്ഷ കഴിക്കുക, അല്ലെങ്കിൽ പെറ്റീഷൻ എന്ന് പറയുന്നത്. സ്തോത്രം, പ്രാർത്ഥനയുടെ കൂടുതൽ സമയം ആവശ്യങ്ങൾ അറിയിപ്പാനാണ് പലപ്പോഴും നമ്മൾ വിനിയോഗിക്കാറുള്ളത്. സ്തോത്രം. പക്ഷെ ആവശ്യം പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്ത് ദൈവഹിത പ്രകാരം വേണം നമ്മൾ അപേക്ഷിക്കുവാൻ. ദൈവഹിത പ്രകാരം. എന്താ അങ്ങനെ പറയാൻ കാരണം? 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം. സ്തോത്രം, ദൈവഹിത പ്രകാരം വേണം. ആ വാക്യം എടുത്ത്, ആമേൻ, ദൈവഹിത പ്രകാരം വേണം നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. കണ്ടോ? സ്തോത്രം, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. അപ്പോ നമ്മുടെ അപേക്ഷകൾക്കകത്ത് എന്തുണ്ടായിരിക്കണം? ദൈവത്തിന്റെ ഇഷ്ടം ഉണ്ടാകണം, ദൈവഹിതം ഉണ്ടാകണം. ദൈവഹിതം അന്വേഷിക്കണം നമ്മൾ. ഇത് ദൈവഹിതമാണോ? ഈ വിഷയത്തിനകത്ത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? ദൈവം പ്രതീക്ഷിക്കുന്നതാണോ? സ്തോത്രം, ഇത് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ അവന്റെ ഇഷ്ടപ്രകാരം നാം, വചനം പറയുക, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക്
അവനോടുള്ള എന്താകുന്നു? ധൈര്യമാകുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആമേൻ, വീണ്ടും വീണ്ടും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവ ഇഷ്ടത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുവാൻ, വീണ്ടും അപേക്ഷ കഴിക്കുവാൻ നമുക്ക് ദൈവത്തോട് ധൈര്യം നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു ബോൾഡ്നെസ്, ഒരു കറേജിയസ് നമുക്ക് നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവ ഇഷ്ടം നമ്മുടെ പ്രാർത്ഥനയിൽ നാം അന്വേഷിക്കുമ്പോഴാണ് ആ ധൈര്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 1 യോഹന്നാൻ 5:14 വായിച്ചത് നമുക്ക് എന്താണ്? ദൈവത്തോടുള്ള ധൈര്യമായിട്ട് ദൈവ ഇഷ്ടത്തിന്റെ പ്രാർത്ഥന വഴിമാറും. സ്തോത്രം. ആമേൻ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത പറയാം. ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് എന്താണെന്നറിയോ? ഈ ദൈവ ഇഷ്ടം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവ ഇഷ്ടത്തിന്റെ പ്രാർത്ഥന ഉയർത്തുന്നത് നമുക്ക് ദൈവത്തോടുള്ള, നമ്മുടെ കർത്താവിനോടുള്ള ധൈര്യമാണ്. നമ്മുടെ എന്താണ്? അപേക്ഷ കേൾക്കുന്നു, ആ അപേക്ഷയ്ക്ക് ഒത്തവണ്ണം മറുപടി നൽകുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. ഈ ദൈവ ഇഷ്ടം മനസ്സിലാക്കാൻ എങ്ങനെ കഴിയും? അവിടെയാണ് വിഷയം കിടക്കുന്നത്. പറയാം. ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒറ്റ വഴി ദൈവവചനമാണ്. കേൾക്കുന്നുണ്ടോ? ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് ദൈവവചനമാണ്. വചനം അനുശാസിക്കുന്ന പ്രകാരം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന നിശ്ചയമായും അംഗീകരിക്കും. അല്പം മുമ്പ് നമ്മളെ കേട്ടല്ലോ, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ അല്ലേ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് എന്നാ കൊടുക്കും? സൗഖ്യം വരുത്തി കൊടുക്കും. സ്തോത്രം. അപ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തി, ഇതെവിടാ കിടക്കുന്നത്? ഇത് വചനത്തിനകത്ത് കിടക്കുന്നത്. ഈ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ദൈവ ഇഷ്ടം, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പരാജയം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്, വായിക്കണ്ട, ഞാൻ ആ വാക്യം പറഞ്ഞു തരാം. അപ്പോസ്തലപ്രവൃത്തി 12 ഒരു വാക്യമുണ്ട്. 12:5 വാക്യം ഇതാണ്: സഭ എങ്ങനെ പ്രാർത്ഥിച്ചേ? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യണ്ട, എങ്കിലും നിങ്ങൾ അങ്ങ് ചുണ്ടനക്കി പറഞ്ഞാൽ എനിക്ക് പിടികിട്ടും. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പക്ഷെ നമുക്കുള്ള പ്രശ്നം പറയാം, നമുക്ക് എന്നാ ഉണ്ട്? പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയിൽ എന്തില്ല? ശ്രദ്ധയില്ല. അതാണ് നമ്മുടെ പരാജയം. പക്ഷെ വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ശ്രദ്ധയോടെ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ, സ്തോത്രം, ശ്രദ്ധയിലൂടെയാണ് എന്ത് വെളിപ്പെടുന്നത്? താഴ്മ വെളിപ്പെടുന്നത്. അതായത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന എല്ലാം പ്രാർത്ഥനയ്ക്കകത്ത് പ്രയോജനപ്പെടുന്ന വാക്കുകളായി നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയിൽ നാം ഇരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഹല്ലേലൂയ എങ്ങനെ നോക്കണം? എങ്ങനെയാ നോക്കണ്ടേ? ശ്രദ്ധിച്ചു നോക്ക്. സ്തോത്രം. അപ്പൊ യേശുവിനെ ശ്രദ്ധിക്കുമ്പോഴാണ്, മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനയിൽ ശ്രദ്ധ വെളിപ്പെടുമ്പോഴാണ് നമ്മിൽ എന്താ ഉണ്ടാകുന്നത്? താഴ്മ. അല്ലെങ്കിൽ എന്താ പറ്റുന്നറിയോ? നമ്മള് ദിനവൃത്താന്തത്തിൽ വായിച്ച്, എന്റെ നാമം വിളിക്കപ്പെടുന്ന എന്റെ ജനം തങ്ങളെ തന്നെ ഉയർത്തി, തങ്ങളെ തന്നെ ഉയർത്തി, തങ്ങളെ തന്നെ ഉയർത്തി എന്നല്ല വാക്യം കിടക്കുന്നത്. പിന്നെ എങ്ങനെ കിടക്കുന്നത്? തങ്ങളെ തന്നെ താഴ്ത്തി. അപ്പൊ ഈ താഴ്മ വെളിപ്പെടുന്നത് ശ്രദ്ധയിലൂടെയാണ്. ആരെ ശ്രദ്ധിക്കുമ്പോൾ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, അവൻ കാൽവരിയിൽ എനിക്ക് വേണ്ടി തകർന്നു, എനിക്ക് വേണ്ടി മുറിവേറ്റു, അവൻ എന്റെ പാവങ്ങൾക്ക് വേണ്ടി അടിപ്പിണര അവൻ അനുഭവിക്കേണ്ടി വന്നു. സ്തോത്രം. അവൻ ശരീരം മുറിവേൽക്കപ്പെട്ടവനായി, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വരുവാൻ അവൻ പരമയാഗമായി തീർന്നു എന്ന ആ ബോധ്യത്തിൽ നാം അവനെ ശ്രദ്ധിക്കുമ്പോൾ, അവിടെ നമ്മൾ ഉയരത്തില്ല, അവിടെ നമ്മൾ താഴാൻ തുടങ്ങും, അവൻ ഉയരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം
ഞാൻ ഈ മുറിക്കകത്തിരുന്നത് പറയുമ്പോൾ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രിയരെ. ആ ക്രൂശിൽ വെളിപ്പെട്ട ദൈവ സ്നേഹം എന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഞാൻ ഈ മുറിക്കകത്തിരുന്ന ആത്മാവിൽ ഞാൻ തിരിച്ചറിയുക. എത്ര പേർക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനമാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞത്, തങ്ങളെ തന്നെ താഴ്ത്തി. സ്തോത്രം. അപ്പൊ ഈ താഴ്മ പഠിക്കുന്നത് യേശുവിനെ ശ്രദ്ധിക്കുമ്പോഴാണ്. യേശുവിനെ വരച്ചു കാട്ടിയിരിക്കുന്ന ഒറ്റ പുസ്തകം ഉലകിലുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാ. ആ വചനത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ നമുക്ക് അവനെ കാണുവാനായി കഴിയും. സ്തോത്രം. അങ്ങനെ വചനം അനുശാസിക്കുന്ന പ്രകാരം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഓരോ ആവശ്യങ്ങളും വചനപ്രകാരം പരിശോധിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എനിക്ക് പ്രവചനം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാ. പ്രവചനം പറയാൻ എനിക്ക് ഇഷ്ടമാ. പക്ഷെ ഏത് പ്രവചനം കേട്ടാലും എന്നോട് പിണങ്ങരുത്, തെറ്റിദ്ധരിക്കരുത്. ഓടി വന്ന് തലയെ കവിച്ച് തോളെ ചവിട്ടി മോനെ മോളെ നിന്നെ വാലല്ല തലയാക്കുമട അങ്ങനെ പറയുന്നത് കേൾക്കാനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. പ്രവചനം കേൾക്കണം. പക്ഷെ ദൂത് കേൾക്കുമ്പോൾ അത് വചനത്തിനകത്തുണ്ടോ എന്ന് കൂടെ പരിശോധിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെയാകണം. വചനം സ്തോത്രം അനുവദിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തോട് നമുക്ക് പറയാൻ പറ്റും. എന്ത്? നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ ആവശ്യങ്ങൾ. അങ്ങനെ സ്തോത്രം. ദൈവഹിതമല്ലാത്തത് ഒന്നിലേക്ക് നാം പോകരുത്. ദൈവ ഇഷ്ടമല്ലാത്തത് അത് വചനത്തിന്റെ വെളിപ്പാടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ ഭാഗം പുറകാല വിശദീകരിക്കാം. ഇപ്പോഴത് ഞാൻ പിന്നത്തിൽ ഞാൻ ആ കാര്യം നന്നായി പറഞ്ഞു തരാം. സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പോൾ അപേക്ഷകൾ സ്വന്തം ആവശ്യങ്ങൾക്കോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി നാം സ്തോത്രം ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അപേക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നല്ലതല്ല. കാര്യം കാണാൻ വേണ്ടി മാത്രം ഭൗതിക ആവശ്യങ്ങൾ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ആത്മീകമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം നൽകി സ്തോത്രം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ ഇഷ്ടം നന്നായി ഗ്രഹിച്ചിട്ടുള്ളവർ യേശു പറഞ്ഞത് സ്തോത്രം യേശു ക്രിസ്തു പറഞ്ഞത് അവരെന്ത് ചെയ്തിരിക്കും? എന്താ ചെയ്തത്? മുൻപേ അവന്റെ രാജ്യവും അന്വേഷിപ്പിൻ. നമുക്ക് പറ്റുന്ന പ്രശ്നം എന്നാ? നമ്മുടെ രീതി എന്നാ? നമ്മൾ അവന്റെ രാജ്യം അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ദൈവാത്മ പറയുന്നു ആത്മീക ആവശ്യം, ഭൗതിക ആവശ്യം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്ത് കൊടുക്കും, എന്ത് തിന്നും, എന്ത് കഴിക്കും, ഇത് ചിന്തിച്ച ജനത്തോട് സ്വർഗം പറയാ, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും ലഭിക്കുന്ന വാക്യമില്ല. അങ്ങനെ പറയരുത്, മണ്ടത്തരമാണ്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, സകലവും ലഭിക്കും. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ല. പിന്നെ എന്നാ എഴുതിയേക്കുന്നത്? മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. ഏതൊക്കെ? നീ എന്ത് ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നിനക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭൗതിക ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എവിടെ നൽകണം? ആത്മീക ആവശ്യങ്ങൾ. അങ്ങനെ ആത്മീക ആവശ്യങ്ങൾ ദൈവ ഇഷ്ടം ഗ്രഹിച്ച് ദൈവ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് നാം സ്തോത്രം മുൻപിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞത് നാം പാലിക്കാൻ തുടങ്ങും. എന്താണ്? മുൻപേ അവന്റെ രാജ്യവും നീതിയും. സ്തോത്രം. 6-ാം അധ്യായം മത്തായി സുവിശേഷം 33. അവൻ നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി റെഫറൻസ് കൂടെ പറയാം. 6:33 അഭിസ്തോത്രം. അതുകൊണ്ട് ആത്മീയ ആവശ്യങ്ങൾക്കാണ് കർത്തൃസന്നിധിയിൽ പെറ്റിഷൻ നൽകേണ്ടത്, അപേക്ഷ കഴിക്കേണ്ടത്. അതിനാണ് മുൻഗണന നൽകേണ്ടത്. സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ഗോഡ്.
ഇനി നാലാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘടകം. ദൈവമേ, ഞാൻ 10 കാര്യം പ്രാർത്ഥനയിൽ അനുസരിക്കേണ്ട 10 നിബന്ധനകളുണ്ട്. ഞാൻ അതൊന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷേ സമയം പോരല്ലോ. ഞാൻ ഈ 4ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. 4ാമത്തെ കാര്യത്തിലേക്ക്, പ്രധാനപ്പെട്ട 4ാമത്തെ വിഷയത്തിലേക്ക് വരിക. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘടകം, 4ാമത്തെ ഘടകം എന്താണ്? നന്ദി പറയുക. നന്ദി പറയുക. സ്തോത്രം. നന്ദി പറയുക. എന്താണ് നന്ദി പറയുക എന്ന് പറഞ്ഞാൽ? പറയാം. ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നതിനെ കുറിച്ച് നാം ഇത്രയും സമയം കേട്ടു. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നാം പറയാറുണ്ട്. എങ്ങനെയാ പറയേണ്ടത്? ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. ആ ആവശ്യം ഭൗതിക ആവശ്യങ്ങളെക്കാളും ഏതാവശ്യത്തിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്? ആത്മീക ആവശ്യങ്ങൾക്ക്. സ്തോത്രം. ഇതുപോലെ പ്രാർത്ഥനയുടെ അതിപ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ് ദൈവം ചെയ്തിട്ടുള്ള നന്മകൾക്കായി നന്ദി പ്രകാശിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ് ദൈവം ചെയ്തിട്ടുള്ള നന്മകൾക്കായി നന്ദി പ്രകാശിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കാം. ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ് ദൈവം ചെയ്തിട്ടുള്ള നന്മകൾക്കായി നന്ദി പ്രകാശിപ്പിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓടി വരുന്നു. വായിപ്പിക്കുന്നില്ല, ഞാൻ അങ്ങ് പറഞ്ഞങ്ങ് വിടാം. നമുക്കറിയാം, പൊക്കുമെങ്കിൽ നിങ്ങൾ ഞാനത് പറയുമ്പോൾ നിങ്ങളങ്ങ് മനപ്പാടം അങ്ങ് പറഞ്ഞേക്കണം. സ്തോത്രം. നന്ദിയാൽ നിറഞ്ഞ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക എന്നതാണല്ലോ പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത പദം ചേർന്ന് പറഞ്ഞു, അവൻ ചെയ്ത സകല ഉപകാരങ്ങളും മറക്കരുത്. സ്തോത്രം. പിടികിട്ടിയോ? അപ്പോൾ മറക്കരുത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ. അതിനർത്ഥം പഴയത് മറന്നാൽ പുതിയത് പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പഴയത് മറന്നാൽ പുതിയത് പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഉപകാരങ്ങൾ ഓർക്കുവാൻ, സ്തോത്രം, ഓർക്കുന്നവർ ദൈവത്തെ അവയ്ക്ക് വേണ്ടി ദൈവത്തോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞ് അവയെ പുകഴ്ത്തുവാൻ തുടങ്ങണം. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ ചരിത്രം എന്ന് പഠിച്ച്, ഞാൻ സമയം ഓടിയത് കൊണ്ട് പിടിച്ചു വാക്കുകൾ നിർത്താം. നമ്മുടെ കർത്താവിന്റെ ചരിത്രം നിങ്ങൾ ഒന്ന് നോക്കുമ്പോൾ അവൻ യേശു ക്രിസ്തു പിതാവിന് എപ്പോഴും നന്ദി പറയുകയായിരുന്നു. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 44-ാം വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 44-ാം വാക്യം വായിച്ചോളൂ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം. ആമേൻ. പിടികിട്ടിയോ? അപ്പോൾ യേശുക്രിസ്തു പോലും പിതാവിനോട് എപ്പോഴും എന്തുള്ളവനായിരുന്നു? നന്ദി പറയുന്ന സ്വഭാവത്തിലേക്ക് യേശു വന്നു. സ്തോത്രം. യോഹന്നാൻ 11:44, മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖ റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ആ ഭാഗം നമുക്കറിയാം. സ്തോത്രം. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തി, സ്തോത്രം, ആമേൻ, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശു പോകുന്ന ചിത്രം, കാഴ്ചകൾ അവിടെ ആ ഭാഗത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. അതുകൊണ്ട് സ്തോത്രം, നന്ദി നിറഞ്ഞ പ്രാർത്ഥന
നമ്മെ ആത്മീയമായി സന്തോഷമുള്ളവരാക്കി തീർക്കും. പിടികിട്ടിയോ? ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയണം. അങ്ങനെ ഈ 4 കൂട്ടം കാര്യം ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 4 കൂട്ടം കാര്യങ്ങൾ. എന്താണ് 4 കൂട്ടം കാര്യങ്ങൾ? സ്തോത്രം. നാം ചെയ്യേണ്ട 4 കൂട്ടം കാര്യങ്ങൾ എന്ന് പറയുന്നത്: 1, ദൈവത്തെ സ്തുതിക്കുക, അഡോറേഷൻ, സ്തോത്രം. 2, അനുതാപവും ഏറ്റുപറച്ചിലും. 3, അപേക്ഷ കഴിക്കുക. 4, നന്ദി പറയുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ ഉറപ്പ് തരാം, നമ്മുടെ പ്രാർത്ഥന, സ്തോത്രം, മറുപടി വിളിച്ചു വരുത്തിയിരിക്കും. ആകയാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈ 4 കൂട്ടം കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. ഈ 4 മേഖലകളിൽ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കരം പിടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനേക്കാൾ ഏറെ പരിശുദ്ധാത്മാവും അത് ആഗ്രഹിക്കുന്നു. ആരോടോ, എനിക്കറിയാം ആരോടോ പരിശുദ്ധാത്മാവ് വളരെ ശാന്തമായി ഇടപെടുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ആമേൻ. ഹല്ലേലൂയ. ഇന്ന്